നാട്ടിലും മറുനാട്ടിലുമായി ഈ ദിവസങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.comന്റെ ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ബോളിവുഡ് താരം ഷഫാലി ജരിവാലയുടെ അപ്രതീക്ഷിത മരണത്തിന് കാരണമെന്താണ്? ലോകത്താകമാനം നിരവധി ആരാധകരുള്ള സ്ക്വിഡ് ഗെയിം പരമ്പരയുടെ അവസാന സീസണിന്റെ വിശേഷങ്ങൾ, കേരളത്തിലാകമാനം വൈറലായ മഞ്ഞൾപ്പൊടി ട്രെൻഡ്, അതുപോലെ നമ്മുടെ സ്വന്തം ആനവണ്ടിയുടെ KSRTCയുടെ പുതിയ രൂപവും ഭാവവും. ഈ ആഴ്ചയും കാത്തിരിക്കുന്നത് നിരവധി വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം പോകുന്നത് ഈ ആഴ്ചയിൽ ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു മരണ വാർത്തയിലേക്കാണ്. നടിയും മോഡലുമായ ഷഫാലി ജരിവാലയുടെ മരണത്തിന് കാരണം ഗ്ലൂട്ടത്തയോൺ ട്രീറ്റ്മെന്റ് ആണോ? ഡി-ഏജിംഗ് ചികിത്സ, പ്രത്യേകിച്ച് ഗ്ലൂട്ടത്തയോൺ, വിറ്റാമിൻ C എന്നിവ ഹൃദയസ്തംഭനത്തിന് കാരണമായി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത ബാലചന്ദ്രൻ ചേരും. നടിയും മോഡലുമായ ഷഫാലി ജരിവാല 42 വയസ്സാണ് പ്രായം. കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായ ടച്ച് കൊടുത്ത എനർജറ്റിക് ആയ കലാകാരി. ഫിറ്റ്നസിൽ അമിത ശ്രദ്ധ കൊടുത്തിരുന്ന നടിയുടെ മരണകാരണം ഹൃദയസ്തംഭനമാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. 2002 പുറത്തിറങ്ങിയ കാണ്ടാലഗ എന്ന റീമിക്സ് മ്യൂസിക് വീഡിയോയിലൂടെയാണ് ഷഫാലി പ്രശസ്തയായത്. ഈ ആൽബം വൻ ഹിറ്റായിരുന്നു. 2000ന്റെ തുടക്കത്തിൽ പോപ്പ് സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായി മാറിയ ഈ വീഡിയോ ഷഫാലിയെ ഒരു ദേശീയ താരമാക്കി മാറ്റി. 2019 ബിഗ് ബോസ് 13ാം സീസണിൽ പങ്കെടുത്തതോടെയാണ് വീണ്ടും ഷഫാലി ജനശ്രദ്ധ നേടിയത്. കാഴ്ചയിൽ അതിസുന്ദരിയായ ഷഫാലി എല്ലാ മാസവും പ്രായം കുറയ്ക്കാനുള്ള ആന്റി ഏജിംഗ് ഇഞ്ചക്ഷനുകളും മരുന്നുകളും എടുത്തിരുന്നു. മരിക്കുന്ന ദിവസം ജൂൺ 27-ന് അന്തേരിയിലെ വീട്ടിൽ കുടുംബാംഗങ്ങൾ സംഘടിപ്പിച്ച പൂജയുടെ ഭാഗമായി ഉപവാസത്തിലായിരുന്ന ഷഫാലി ഉച്ചയ്ക്ക് ശേഷം പതിവ് പോലെ പ്രായം കുറയ്ക്കാനുള്ള മരുന്ന് ഇഞ്ചക്ട് ചെയ്തിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അനേകം മലയാളികൾ ഗ്ലൂട്ടാത്തയോൺ കഴിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഷഫാലിയുടെ മരണവാർത്ത ഞെട്ടലുണ്ടാക്കുന്നത്. ചെറുപ്പം നിലനിർത്താനും സ്കിൻ നല്ല പോലെ തിളങ്ങാനും വൈറ്റമിൻ C, ഗ്ലൂട്ടാത്തയോൺ IV ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് കുടിക്കുന്നവരെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസുകളിലായി കാണുന്നത്. വെറും 8 ആഴ്ച കൊണ്ടാണ് മുഖത്തെ ഹൈപ്പർ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും എല്ലാം മാറിയതെന്ന് പറയുന്ന പല ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് തുടങ്ങി സെലിബ്രിറ്റീസിൽ വരെ എത്തി നിൽക്കുന്നു ഗ്ലൂട്ടാത്തയോൺ. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്നോ ദൂഷ്യഫലങ്ങളെന്നോ ആരും പരിശോധിക്കാൻ പോലും കൂട്ടാക്കാറില്ല. നമ്മുടെ ശരീരത്തിൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ് ഗ്ലൂട്ടാത്തയോൺ. അമിനോ ആസിഡുകളായ ഗ്ലൈസിൻ, സിസ്റ്റൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ് എന്നിവയിൽ നിന്നാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുമ്പോൾ ചർമ്മം വെളുത്തതായി തീരുന്നതിന്റെ കാരണം ഇത് ഇരുണ്ട മെലാനിൻ പിഗ്മെന്റുകളെ നേരിയ പിഗ്മെന്റുകളാക്കി മാറ്റുകയും മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റുകളെ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നതിനാലാണ്. മെലാനിൻ കുറയുമ്പോൾ ചർമ്മത്തിന്റെ ഇരുണ്ട നിറം കുറയുകയും ചർമ്മം കൂടുതൽ നിറമുള്ളതായി തീരുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ പാർശ്വഫലങ്ങളോ അതും അത്ര ചെറുതല്ല. വയറുവേദന, വയറുവീർക്കൽ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ചൊറിച്ചിൽ പോലുള്ള അലർജി എന്നിവ ഉണ്ടായേക്കാം. എല്ലാ മരുന്നും എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാകണമെന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ ഘടനയെയും പ്രായത്തെയും ആശ്രയിച്ചിരിക്കും അതെല്ലാം. വിശ്വാസ്യതയും പ്രവൃത്തി പരിചയമുള്ള ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് വേണ്ട വിധത്തിലുള്ള വിദഗ്ധോപദേശം തേടിയതിനു ശേഷം മാത്രമേ ഇത്തരം ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ പാടുള്ളൂ. ലോകം മുഴുവൻ ആരാധകരുള്ള സൗത്ത് കൊറിയൻ സീരീസ് സ്ക്വിഡ് ഗെയിമിനെ കുറിച്ച് അറിയില്ലേ? അറിയാത്തവർക്ക് പറഞ്ഞു തരാം. ഇതിന്റെ അവസാന ഭാഗം ഈ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴും കുറച്ച് വിഭാഗം ആരാധകർ അസ്വസ്ഥരാണ്. എന്താണ് കാരണമെന്നല്ലേ അമൽ ശശികുമാർ പറയും. 2021 നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീം ചെയ്ത സൗത്ത് കൊറിയൻ സീരീസായ സ്ക്വിഡ് ഗെയിമിനെ കുറിച്ച് അറിയാത്തവരുണ്ടാകില്ല. കോവിഡ് പാൻഡമിക് സമയം മലയാളി പ്രേക്ഷകരും സീരീസ് ഏറ്റെടുത്തിരുന്നു. ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ സീരീസിന്റെ മൂന്നാമത്തെയും അവസാനത്തേതുമായ സീസൺ എത്തിയപ്പോൾ ആരാധകരിൽ ഒരു വലിയ വിഭാഗം അസ്വസ്ഥരാണ്. തികച്ചും മിക്സഡ് റിവ്യൂസ് ആണ് ഫിനാലേക്ക് ലഭിച്ചത്. കാണികളെ സീറ്റിന്റെ അറ്റത്ത് കൊണ്ടെത്തിക്കുന്ന മരണക്കളിയിൽ ആരാധകരുടെ പ്രിയപ്പെട്ട പല കഥാപാത്രങ്ങളെയും നിഷ്ഠൂരം കൊന്നുതള്ളിയതാണ് ഒരു വലിയ വിഭാഗം പ്രേക്ഷകരെയും ചൊടിപ്പിച്ചത്. മാത്രമല്ല, നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾക്ക് ആരാധകർ ആഗ്രഹിച്ച ഒരു അന്ത്യമുണ്ടാകാത്തതും വലിയൊരു കാരണമായി എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്കെതിരായി ഒരു പക്ഷവുമുണ്ട്. അധികം ഡ്രമാറ്റിക്കായി സീരീസ് വലിച്ചു നീട്ടാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സീരീസ് അവസാനിപ്പിച്ചതെന്നും ഇതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അന്ത്യം ഉണ്ടാകില്ല എന്നും ചിലർ വാദിക്കുന്നു. സൗത്ത് കൊറിയക്കാർക്ക് സ്ക്വിഡ് ഗെയിം വെറും ഒരു സീരീസ് മാത്രമല്ല,
സമ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകളെയും ജീവിതശൈലിയെയും ലോകത്തിന് മുന്നിൽ കാണിച്ച ഒരു പോപ്പ് കൾച്ചർ വിപ്ലവമാണ്. ആദ്യ സീസൺ സ്ട്രീം ചെയ്യുന്ന സമയം സൗത്ത് കൊറിയയിൽ മാർഷ്യൽ ലോ ഏർപ്പെടുത്തി മിലിറ്ററി ഭരണം നിലവിൽ വന്നിരുന്നു. സീരീസിലെ കളിയുടെ ചില ചിട്ടകളും നിയമങ്ങളുമൊക്കെ കൊറിയൻ ജനതയെ മാർഷ്യൽ ലോയുമായി റിലേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. സമ്പത്തിനായി ജീവൻ പണയം വെച്ചുള്ള ഒരു കുട്ടിക്കളി. ജയിച്ചാൽ അളവറ്റ സമ്പത്ത്, തോറ്റാൽ പിഴയായി സ്വന്തം ജീവൻ. പരമ്പരാഗത തൊഴിലുകളിൽ നിന്നും ചൂതാട്ടത്തിന് സമാനമായ ഇൻസ്റ്റന്റ് മണി മേക്കിംഗ് തൊഴിലുകളിൽ വ്യാപൃതരാകാൻ തുടങ്ങിയ കൊറിയൻ ചെറുപ്പത്തെയും സ്ക്വിഡ് ഗെയിം ഓർമ്മിക്കുന്നുണ്ട്. കൊറിയൻ ജനതയെയും സീരീസ് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സീസൺ 3യോടെ സീരീസ് അവസാനിപ്പിച്ചുവെങ്കിലും പ്രമേയത്തിൽ പരാമർശിക്കുന്ന സമൂഹത്തിലെ ഇൻഇക്വാലിറ്റിയും ക്യാപിറ്റലിസവും ആഗോളതലത്തിൽ പ്രസക്തമായതിനാലാവാം മൊത്തമായി കട്ടയും പടവും അടക്കാൻ നെറ്റ്ഫ്ലിക്സ് ഉദ്ദേശിക്കുന്നില്ല. കഥാപശ്ചാത്തലത്തെ ഇനി അമേരിക്കയിലേക്ക് പറിച്ചുനട്ട് മറ്റൊരു സ്റ്റോറി ലൈൻ ആരംഭിക്കുന്നതിന്റെ സൂചന സീസൺ 3 ഫിനാലയിലുണ്ട്. സ്ക്വിഡ് ഗെയിമിന്റെ വിജയത്തോടെ കൂടുതൽ കൊറിയൻ ഷോകൾക്കും സിനിമകൾക്കും വേണ്ടി 2027 വരെ $2.5 ബില്യൺ നെറ്റ്ഫ്ലിക്സ് നിക്ഷേപിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ഇനി നമ്മൾ പോകുന്നത് കുറച്ച് സോഷ്യൽ മീഡിയ വിശേഷങ്ങളിലേക്കാണ്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായത് ഒരു മഞ്ഞൾപ്പൊടി ട്രെൻഡാണ്. അത് കേരളത്തിലുടനീളം ഒരു ചിരിപ്പൂരം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മഞ്ഞൾ വെള്ളത്തിൽ മൊബൈൽ ഫ്ലാഷ് അടിച്ചാൽ മിന്നുന്ന വിദ്യ. അത് വെറുതെ വിടില്ലല്ലോ, മലയാളികൾ ഒന്നടങ്കം അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. വിശേഷങ്ങൾ പറയാൻ പൂജ രമേശ് വരും. ട്രെൻഡുകളുടെ ലോകമാണ് സോഷ്യൽ മീഡിയ. ഒരു ട്രെൻഡ് ആരെങ്കിലും തുടങ്ങി വെച്ചാൽ പിന്നെ സോഷ്യൽ മീഡിയ അതങ്ങ് ഏറ്റെടുക്കുക സ്ഥിര കാഴ്ചയാണ്. അത്തരത്തിലൊരു മഞ്ഞൾ റീലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഫ്ലാഷ് ലൈറ്റ് കത്തിച്ച ഒരു ഫോൺ, ഇത്ര മാത്രമാണ് ആവശ്യമായ സാധനങ്ങൾ. പക്ഷേ സംഭവം കളറാകാൻ ഇത്ര മാത്രം പോരാ. ആകാംക്ഷ ഉണർത്തുന്ന കണ്ണുകളുള്ള ഒരു കുട്ടിയും പിന്നെ ഷാറൂഖ് ഖാന്റെ ഓം ശാന്തി ഓമിലെ മ്യൂസിക്കും കൂടി ആയാലേ റീലുകൾ വേറെ ലെവലാവുകയുള്ളൂ. തുടക്കത്തിൽ കുട്ടികളായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രായമായവർ മുതൽ വീട്ടിലെ നായയും പൂച്ചയും വരെ ട്രെൻഡിന്റെ ഭാഗമാണ്. മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഫ്ലാഷ് ലൈറ്റിന്റെ പ്രകാശത്തിൽ ഉണ്ടാകുന്ന ആ തിളക്കം വലിയ കൗതുകമാണെങ്കിലും ഇതിന് പിന്നിലുള്ളത് സിമ്പിൾ സയൻസ് ആണ്. മഞ്ഞൾപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കർക്കുമിൻ ഘടകമാണ് മിന്നും പ്രകാശത്തിന്റെ കാരണക്കാരൻ. ഇനി രണ്ടാമത്തേത് പ്രകാശത്തിനുണ്ടാകുന്ന സ്കാറ്ററിംഗ്. ഇവ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗോൾഡൻ ഇഫക്റ്റ് കൂടി ആയപ്പോഴേക്കും മഞ്ഞൾപ്പൊടി റീലങ്ങ് വൈറലായി. ട്രെൻഡിന്റെ ചൂട് പിടിച്ചുകൊണ്ടുള്ള വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ശരിക്കും മഞ്ഞൾപ്പൊടി വഴിയേ വന്നു കയറിയതാണെന്നും വൈറ്റമിൻ B2 ക്യാപ്സ്യൂൾ പൊടിച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ തിളക്കമുണ്ടാകുന്നതുമാണ് അഭിപ്രായങ്ങൾ. സംഭവം ക്ലിക്കായതോടെ മഞ്ഞൾപ്പൊടി മാത്രമല്ല മുളകുപൊടിയും മല്ലിപ്പൊടിയും എന്തിന് മദ്യം വരെ പരീക്ഷിച്ച ബിരുദന്മാരുണ്ട്. എന്തിനധികം ഗ്ലാസ്സിലെ വെള്ളത്തിൽ മാത്രമല്ല വലിയ വാട്ടർ ക്യാനുകളിലും കുളത്തിലും വരെ മഞ്ഞൾപ്പൊടി കലക്കി ട്രെൻഡ് കൂടുതൽ രസകരമാക്കിയവരുമുണ്ട്. എന്തായാലെന്താ, നമുക്ക് ആ ഗ്ലോയിങ് എഫക്റ്റ് മതിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതുകൊണ്ട് ട്രെൻഡ് ഏതായാലും പരീക്ഷിക്കാൻ ഇക്കൂട്ടർ തയ്യാറാണ്. മറ്റൊരു ഭാഗത്ത് കുറച്ച് ചൂടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ആനവണ്ടി KSRTCയുടെ രൂപവും ഭാവവും മാറുന്നു. കണ്ടു ശീലിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഡിസൈനിലും സ്റ്റൈലിലും ഒക്കെയാണ് ബസ്സുകൾ എത്തുന്നത്. എന്നാൽ ഈ മേക്ക് ഓവർ ആനവണ്ടി പ്രേമികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സ്വപ്ന സുജിത്തിന്റെ റിപ്പോർട്ട് കാണാം. കേരളത്തിന്റെ സ്വന്തം KSRTCക്ക് പുതിയ മുഖം വരുന്നു എന്ന വാർത്ത ആനവണ്ടി ആരാധകരെ ഏറെ ആവേശത്തിലായിത്തീരുന്നു. പുത്തൻ ലുക്ക്, കിടിലൻ ഡിസൈൻ, രാജകീയ ഗെറ്റപ്പ്. എന്നാൽ മന്ത്രി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ച ആ കിടിലൻ മേക്ക് ഓവർ എന്ന പ്രതീക്ഷകൾക്ക് വിപരീതമായി സൈബർ ലോകത്ത് ഈയിടെ പ്രചരിച്ച പുതിയ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുടെ ചിത്രങ്ങൾ പലരെയും അമ്പരപ്പിച്ചു. ഇതെന്റെ KSRTC അല്ല, എന്റെ KSRTC ഇങ്ങനെയല്ല എന്നായിരുന്നു ചിത്രങ്ങൾ കണ്ട പലരുടെയും പ്രതികരണം. നാളിതുവരെ കണ്ടിട്ടുള്ള KSRTC ബസ്സുകളുടെ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ബോഡി ശൈലിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ള ബസ്സുകൾക്കുള്ളത്. ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ലിമിറ്റഡ് ടാറ്റയുടെ ഷാസിയിൽ നിർമ്മിച്ച ഈ ബസ്സുകൾ ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിനിടെ പയ്യന്നൂർ പിലാത്തറയിൽ വെച്ച് പകർത്തിയ ചിത്രങ്ങളിലൂടെയാണ് പൊതുജന മധ്യത്തിൽ എത്തിയത്. ബസ്സുകളിലെ താൽക്കാലിക ഗോവ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകൾ ഇത് കേരളത്തിന് പുറത്തുനിന്നുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. ടാറ്റയുടെ 1622 ഷാസിയിൽ ക്യുമിൻസ് 5.6 ലിറ്റർ എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ബസ്സുകൾക്ക് 164 കിലോവാട്ട് കരുത്തും 925 Nm ടോർക്കുമുണ്ട്. KSRTCയുടെ ഏറ്റവും പുതിയ ബോഡി ഡിസൈനാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത്. പുതിയ രൂപത്തിലുള്ള ബസ്സുകൾ ആനവണ്ടി ആരാധകരെ കാര്യമായി അങ്ങ് ആകർഷിച്ചില്ല എന്നത് കമന്റുകളിലൂടെ വ്യക്തമാണ്. കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിലെ മോഹൻലാലിനെ പ്രതീക്ഷിച്ചു നിന്നവർക്ക് പച്ചാളം ബാസിയെ കിട്ടിയ അവസ്ഥയായിരുന്നു എന്ന് ചിലർ പരിഹസിച്ചു. ചിത്രങ്ങൾക്ക് താഴെ രാജസ്ഥാൻ വണ്ടി പോലെയുണ്ട്, ഫോട്ടോ കണ്ടിട്ട് എഡിറ്റിംഗ് ആണെന്ന് തോന്നുന്നു,
മേസ്തിരി കൈവെക്കുമ്പോൾ ശരിയായിക്കൊള്ളും എന്നിങ്ങനെ അനേകം വിമർശന കമന്റുകൾ നിറഞ്ഞു. സൂപ്പർ ഫാസ്റ്റിനെയും ഫാസ്റ്റ് പാസഞ്ചറിനെയും മനസ്സിലാക്കി വരുമ്പോഴേക്കും വണ്ടി സ്റ്റോപ്പ് വിട്ടുപോകും എന്ന് പരിഹസിച്ചവരും ഉണ്ടായി. ഇത്തരം വിമർശനങ്ങൾ ഒരു വശത്തുണ്ടെങ്കിലും ഇതൊരു തുടക്കം മാത്രമാണെന്ന് കരുതുന്ന ആനവണ്ടി പ്രേമികളുമുണ്ട് കേട്ടോ. പുതിയ 143 ബസ്സുകൾ വാങ്ങുന്നതിനായി KSRTC അഡ്വാൻസ് നൽകിയിട്ടുണ്ട്. ടാറ്റ, അശോക് ലെയ്ലാൻഡ്, ഐഷർ കമ്പനികളിൽ നിന്നാണ് ഈ ബസ്സുകൾ എത്തുന്നത്. ആദ്യഘട്ടമായി 60 സൂപ്പർ ഫാസ്റ്റും 20 ഫാസ്റ്റ് പാസഞ്ചറും അടക്കം 80 ബസ്സുകളാണ് എത്തുന്നത്. കൂടാതെ 8 AC സ്ലീപ്പറുകൾ, 10 AC സ്ലീപ്പർ കം സീറ്ററുകൾ, 8 AC സെമി സ്ലീപ്പറുകൾ, 37 ചെറിയ ഓർഡിനറി ബസ്സുകൾ എന്നിവയും KSRTCക്ക് സ്വന്തമാകും. എല്ലാ ബസ്സുകളും ഓണത്തിന് മുമ്പ് സർവീസിനെത്തുമെന്നാണ് പ്രതീക്ഷ. മന്ത്രി ഗണേഷ് കുമാറിന്റെ വാഗ്ദാനം അനുസരിച്ച് ആധുനിക സംവിധാനങ്ങളുള്ള ബസ്സുകൾ മുതൽ ഗ്രാമങ്ങളിലേക്കുള്ള ചെറു ബസ്സുകൾ വരെ 1 മാസത്തിനകം എത്തുമെന്നാണ്. മൈസൂർ, ബംഗളൂരു പോലുള്ള അന്തർ സംസ്ഥാന റൂട്ടുകളിൽ പുതിയ ഹൈടെക് ബസ്സുകളും ആളുകൾ കുറഞ്ഞ റൂട്ടുകളിൽ ചെറിയ ബസ്സുകളും ഓടിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നല്ല മനോഹരമായ സ്ലീപ്പർ ബസ്സുകൾ വരാൻ പോവുകയാണ്. പണി ഓൾമോസ്റ്റ് തീർന്നു. ഫസ്റ്റ് വണ്ടി ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്താനുണ്ട്. നടത്തി കഴിഞ്ഞാൽ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കളർ അടിച്ചു കഴിഞ്ഞ് ഫൈനൽ ഇൻസ്പെക്ഷൻ. പുതിയ കളറിൽ ഏറ്റവും പിന്നെ വരുന്ന ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത് ഒരു എയർക്രാഫ്റ്റിനകത്തുള്ളതിനേക്കാളും ഗംഭീരമായ ഇൻറ്റീരിയറോടുകൂടി സ്ലീപ്പർ ബസ്സുകൾ വരുന്നുണ്ട്. സെമി സ്ലീപ്പർ ബസ്സുകൾ വരുന്നുണ്ട്. വളരെ ലെങ്ത് കൂടിയ ഒരു വണ്ടിയിൽ 54 പേർക്ക് പുഷ് ബാക്ക് ചെയ്തിരിക്കാൻ പറ്റുന്ന വലിയ ഓൾവോയുടെ ബസ്. ഈ ബാംഗ്ലൂർ സെക്ടർ, ഇൻ്റർ സ്റ്റേറ്റ് സെക്ടറെല്ലാം ഈ പ്രൈവറ്റുകാരുടെ കുത്തകയിൽ നിന്ന് പൊളിക്കുക എന്നുള്ളതാണ്. മാക്സിമം വണ്ടി ഓടിക്കും. കാരണം കർണാടകയുടെ ട്രാൻസ്പോർട്ടും തമിഴ്നാടുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. പഴയ എഗ്രിമെൻ്റ് പോലെയല്ല, കൂടുതൽ ബസ്സുകൾ ഓടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എഗ്രിമെൻ്റാണ്. KSRTCക്ക് പുതിയൊരു രൂപവും ഭാവവും വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ പുതുപുത്തൻ ബസ്സുകൾ നിരത്തിലിറങ്ങുമ്പോൾ KSRTCയുടെ ഭാവി എങ്ങനെയാകുമെന്ന് കണ്ടു തന്നെ അറിയാം. ചൂടുള്ള വൈറൽ ട്രെൻഡിംഗ് വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇനി ഈ ലോകം ഈ ആഴ്ച അടുത്ത ബുധൻ ജൂലൈ 9. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം മേഘ്ന മുരളി. കീപ് വാച്ചിങ് 24.